ജർമ്മനിയിൽ നടന്ന ആക്രമണം നിങ്ങൾ കേട്ട് കാണും. അതായത് ജർമ്മൻ ജനതയെ മാത്രമല്ല, ലോകം മുഴുവനും നെടുങ്ങിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, 2016 ശേഷം ഇത് 7ാമത്തെ ആക്രമണമാണ് ജർമ്മനിയിൽ നടക്കുന്ന ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട്. ഇക്കാര്യം ഇപ്പോഴാണ് ബേസിക്കലി ജർമ്മൻ ജനതയ്ക്കും അവിടുത്തെ പൊളിറ്റീഷ്യൻസിനും ശരിക്കും പിടികിട്ടിയത്. അവർ കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ് ഈ അറേബ്യൻ രാജ്യത്തു നിന്നും ആഫ്രിക്കയിൽ നിന്നും വന്ന അഭയാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യത്തു വന്ന അഭയാർത്ഥികളെ അവിടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ട് അവിടെ താമസിക്കാനും പെർമനൻ്റ് റെസിഡൻസിയും കൊടുത്ത് ഏറ്റവും വലിയ തെറ്റായി എന്നവർക്ക് തോന്നി തുടങ്ങി. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അതായത് പഴയ ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, അന്നുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് ജർമ്മനി. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് ബെർലിനടുത്ത് മാഗ്ഡബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് 2.5 ലക്ഷം പേരാണ് ആ സ്ഥലത്ത് ജീവിക്കുന്നത്. അപ്പം അവിടുന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരം മാറി ഒരു സൗദി അറേബ്യൻ സിറ്റിസൺ 2006 അവിടെ അഭയാർത്ഥിയായിട്ട് വരുന്നു. അദ്ദേഹം കേരളത്തിലെ മലയാള പത്രങ്ങളും വെബ്സൈറ്റുകളും ഒക്കെ പറയുന്നു അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം ഡോക്ടറല്ല, അദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ അവൾ വരുന്നത് എക്സ് മുസ്ലിമായിട്ടാണ് വരുന്നത്. പിന്നീട് അവിടെ താമസിക്കുകയും അവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഈ അറേബ്യൻ രാജ്യത്ത് പല സൗദി അറേബ്യയിലുള്ള മുസ്ലിം മതം ഉപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ഇദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി എങ്ങനെയാണ് ആ രാജ്യത്തു നിന്ന് കടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമ്പയിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയത്ത് പല മുസ്ലിം സ്ത്രീകളെ അവിടുന്ന് ഇയാളെ ജർമ്മനിയിലോട്ടും മറ്റുള്ള രാജ്യങ്ങളിലോട്ടും കൊണ്ടുപോകാൻ വേണ്ടി പല മാർഗങ്ങളിൽ കൂടെ അവർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇയാളൊരു എയ്ത്തിസ്റ്റാണ് എന്നാണ് ആദ്യ സമയങ്ങളിൽ, കാരണം ഈ സ്ഫോടനം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പം വരികയും ഇതിന് ശേഷം, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇയാൾ വീണ്ടും ഇസ്ലാമിലോട്ട് പോയി എന്ന് പറയുന്നു. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഇതേപോലെയുള്ള സംഭവം? അതായത് BMW കാർ വാടകയ്ക്ക് എടുക്കുന്നു, എന്നിട്ട് ക്രിസ്മസ് മാർക്കറ്റ്, നിങ്ങൾക്കറിയാം ജർമ്മനി എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യമാണ്, അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട്. അപ്പം ക്രിസ്മസ് അടുക്കും തുറൻ്റെ സെലിബ്രേഷൻ ആൾക്കാർ കൂടും, മാർക്കറ്റിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങും. ഈ ഒരു സന്ദർഭത്തിൽ ഈ കാർ എടുത്തുകൊണ്ട് പോയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇടിച്ചെങ്ങ് കൊന്നു. ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 4 പേര് കൊല്ലപ്പെട്ടു, 200-ൽ പരം പേർക്ക് പരിക്കേറ്റു. പിന്നെ ഏറ്റവും ഭീകരമായ സംഭവം എന്ന് പറയുന്നത് 40 പേരുടെ പരിക്ക് വളരെ ഗുരുതരമാണ്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. പിന്നെ ഇയാളെ പറ്റിയുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾ വാഷിങ്ടൺ പോസ്റ്റിലും ചില ജർമ്മൻ പത്രങ്ങളിലും വരാൻ തുടങ്ങി, വെബ്സൈറ്റിൽ വരാൻ തുടങ്ങി. ഇദ്ദേഹം പിന്നീട് ടോക്സിക്കായിട്ട് ഇസ്ലാമിലോട്ട് കൂടുതൽ അടുക്കാനും അതിൻ്റെ ഒരു പിന്നീട് തീവ്ര മനസ്സോട് ഇയാളെ മസ്ജിദിൽ വെട്ടി കണ്ടു എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ജർമ്മനി ഏതൊക്കെ രീതിയിലുള്ള അറ്റാക്കാണ് ഉണ്ടായത്? 2016 ബെർലിനിൽ വെച്ച് ഇതേപോലെ ഒരു മതഭ്രാന്തൻ ഒരു ട്രക്ക് എടുക്കുന്നു, അതേപോലെ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് കയറിപ്പോകുന്നു. 13 പേര് കൊല്ലപ്പെട്ടു, ഏകദേശം 39 പേര് സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി. അതേപോലെ ലെവർകൂസനിലെ 2 മുസ്ലിം നാമധാരികൾ, ചെറുപ്പക്കാർ, അവിടെ ഏകദേശം 3 ഇതേപോലെ മാർക്കറ്റിൽ 4 പേരെ കൊല്ലുകയും മറ്റു സീരിയസ് ആയിട്ട് പല ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു 2023. പിന്നീട് അതേപോലെ തന്നെ അറ്റാക്ക് ഉണ്ടാകാൻ ശ്രമിച്ചു, പക്ഷെ ഉണ്ടാക്കി 1-2 പേര് മരിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് പല രീതിയിലുള്ള പ്ലോട്ടുകളും അറ്റാക്കും ജർമ്മൻസിനെതിരെ, അതായത് ക്രിസ്തുമസായിട്ടും മറ്റുള്ള രീതിയിലും അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ജർമ്മനി ഒരു കാര്യവും പഠിച്ചില്ല. ഇപ്പം ജർമ്മൻ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷത്തെ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ പറയുന്ന സംഭവമാണ് ഏറ്റവും രസകരമെന്ന് പറയുന്നത്.
അവരവിടുത്തെ പോളിസീസ്, അത് അഭയാർത്ഥി പോളിസി ആരാണ് ഉണ്ടാക്കിയത്? അവരെ മുഴുവനും പച്ചയായിട്ട് തെറി വിളിക്കുകയാണ്. ഒരു സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു രാജ്യം, ഈ പറയുന്ന കാത്തലിക്സിൻ്റെ മാർപ്പാപ്പയും ചില മനുഷ്യ കാരുണ്യ പ്രവർത്തകരും ലിബറലായിട്ട് ചിന്തിക്കുന്ന പൊളിറ്റീഷ്യൻസും എല്ലാം കൂടെ ഈ അറേബ്യൻ രാജ്യത്തും, അതായത് അറബ്, അതായത് ഇസ്ലാമിക രാജ്യം, ആഫ്രിക്കയിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് അഭയാർത്ഥികളായിട്ട് വന്നിട്ട് അവർക്ക് ജീവിക്കാൻ കൊടുക്കണം, അവരെ സഹായിക്കണം, അവർ ജർമ്മൻ രീതിയിൽ ജീവിച്ച് അവർ നല്ല ജീവിതം ഉണ്ടാക്കട്ടെ എന്നൊക്കെയുള്ള സംഭവങ്ങൾ, ആ സ്റ്റേറ്റ്മെൻറ്റും കോട്ടുകളൊക്കെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർ പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോഴാണ് ജർമ്മനിക്ക് മനസ്സിലായത് ഈ വന്ന അഭയാർത്ഥികളെന്ന് പറയുന്നതെല്ലാം, അതായത് ആദ്യം പട്ടിണിയായിട്ട് കയറി വന്നു, സ്ഥലം വേണം, ജീവിക്കാൻ സ്ഥലം വേണം, അഭയാർത്ഥിയായിട്ട് സ്വീകരിക്കുക. അങ്ങനെയാണ് 2006 നിന്നും ഈ പറയുന്ന ഈ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, സൗദി അറേബ്യൻ സിറ്റിസൺ, ഇവിടെ വരുന്നത്. അപ്പോൾ കയറി വന്നിട്ട് പിന്നീടുണ്ടാകുന്നത് ആ ജർമ്മൻകാരൻ്റെ ലൈഫ് മുഴുവനും കുളവാക്കി. മര്യാദയ്ക്ക് പോയൊരു രാജ്യം, അവിടെയുള്ള ആൾക്കാർ ഇതിനെ കയറ്റിയിട്ട് പിന്നുണ്ടായ സംഭവമാണ്. കഴിഞ്ഞിടയ്ക്കും ഈ ജർമ്മനിയിൽ ഈ മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് ചില പള്ളികളൊക്കെ അവർ അടപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ആ സമയത്ത് അവിടുത്തെ പൊളിറ്റീഷ്യൻസും അവിടുത്തെ ബ്യൂറോക്രാറ്റ്സും പല മനുഷ്യകാരുണ്യ പ്രവർത്തകരും ഹ്യൂമൻ റൈറ്റ്സ് സംഭവമൊക്കെ പറഞ്ഞ് അത് ചെയ്യരുത്, അവർക്കും അതിൻ്റെ ഫ്രീഡം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞവരിപ്പോൾ പേരെ തിരിച്ചു മാറ്റി. എത്രയും വേഗം അവിടെ സെറ്റിലായ അഭയാർത്ഥികളെ പോലും, അതായത് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്ത അഭയാർത്ഥികളെ പോലും തിരിച്ചയക്കണം. ഇതാണ് ആദ്യത്തെ ഡിമാൻഡ്. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ്. അവിടെയുള്ള ചാൻസലർ സ്കോൾസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ജർമ്മനിയുടെ എക്കോണമി ബാഡ് ഷേപ്പാണ്. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ടെറർ അറ്റാക്ക് ജർമ്മനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചില സന്ദർഭങ്ങളിലൊക്കെ എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള രാജ്യങ്ങൾ പഠിക്കുകയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്താണ് ഫ്രാൻസിൽ സംഭവിച്ചത്. അതായത് ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവമുണ്ട്. വെരി സൂൺ ജർമ്മനിയിൽ ഇപ്പോൾ ഉള്ള ഈ പറയുന്ന മസ്ജിദുകളും മദ്രസകളും മുഴുവനും പുല്ലടപ്പിക്കും. ഇനി ഇസ്ലാം എന്ന പേര് കേൾക്കുന്നവന് അതിൻ്റെ അകത്ത് കയറ്റത്തുമില്ല. അവിടെയുള്ള പല മലയാളികൾ എനിക്കറിയാവുന്ന ഇസ്ലാമിക വിശ്വാസികളുണ്ട്. ഞാൻ നിങ്ങളോടും കൂടെ പറയുക, ആ രാജ്യത്തെ തകർക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുമ്പോൾ ആ രാജ്യം എടുക്കുന്ന നടപടിയുണ്ട്. അതായത് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാം പേരുള്ളവരെ മുഴുവനും അവിടുത്തെ സെക്യൂരിറ്റി ഏജൻസിയും നാട്ടുകാരും ഇനി മോണിറ്റർ ചെയ്യാൻ തുടങ്ങും. കാരണം കേരളത്തിലെ സുഡാപ്പികളും മത തീവ്രവാദികളും മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഹമാസ് ഇങ്ങനെയുള്ള സംഭവത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ അവരുടെ ഫാനാകുമ്പോൾ, ഒരു മര്യാദയ്ക്ക് പോകുന്ന രാജ്യത്ത് കയറി എന്തിനു വേണ്ടിയാണ് ട്രക്ക് കൊണ്ടിടിച്ചു കൊല്ലുന്നത്? എന്തിനു വേണ്ടിയാണ് മാർക്കറ്റിൽ കൊണ്ട് ബോംബ് വെക്കുന്നത്? എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇതിനകത്ത് ഒറ്റ സംഭവമേ ഉള്ളൂ. പല ആൾക്കാരും ഇതിൻ്റെ ചാർഷ്ഷീറ്റിലൊക്കെ പറയുന്നത് അവരുടെ മതത്തിൽ മറ്റുള്ളവർ കാഫിറാണ്, ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല. എന്തിനാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി ഗവൺമെൻറ് വന്ന ശേഷം ഈ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും സിറ്റികളിലും, ഞാൻ സ്പെഷ്യലി ഡൽഹി ആയിട്ടാണ്, എന്തിന് ഇത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത്? കാരണം ഇതിനെപ്പറ്റി മോദി ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് പഠിച്ചു. കാരണം ഇതിനെ ഒതുക്കി നിർക്കേണ്ട സാധനമാണ്. അതിനാണ് ബേസിക്കലി. കാരണം ഞാൻ ഡൽഹിയിൽ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 6ഓളം ബ്ലാസ്റ്റുകൾ കണ്ടിട്ടുണ്ട് നേരിട്ട്, അല്ലെങ്കിൽ 3 നേരിട്ട് കണ്ട് മറ്റുള്ള ബ്ലാസ്റ്റുകൾ കഴിയും പെട്ടെന്ന് അവിടെ പോയി കണ്ടിട്ടുണ്ട് ഈ സംഭവം. അപ്പം അതിൻ്റെ പിന്നിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇപ്പം ബ്ലാസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കുന്നതിനും അതിൻ്റെ പുറകിലുള്ളവനും അറിയാം. അതിനെ ഗവൺമെൻറ് നേരിടും. അതേപോലെയാണ് സെക്യൂരിറ്റി അപ്പാരറ്റസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ വലിയ മഹാരാജ്യമാണ്. ലോകത്തിൽ 2ാം സ്ഥാനം ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്താ പൊട്ടിക്കാത്ത? പൊട്ടിച്ചാൽ അറിയും. ഇതാണ് ജർമ്മനി എടുക്കാൻ പോകുന്ന പാഠം. ഒതുക്കേണ്ടവനെ ഒതുക്കി മോദി അങ്ങ് നിർത്തി. അതോടുകൂടി ആ പൊട്ടിക്കുന്നവൻ ഇല്ലാതായിപ്പോയി. ഇതാണ് സംഭവം. ഇതാണ് ജർമ്മനിലും ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന ഈ മസ്ജിദും മദ്രസയും അവിടുത്തെ ഇസ്ലാമിക എഡ്യൂക്കേഷൻ പുല്ലെല്ലാം എടുത്ത് ദൂരെ കളയും. ഈ ഫ്രാൻസ് ചെയ്ത പോലെ എടുത്ത് കളയും.
അപ്പം അടുത്ത വീഡിയോ ഞാൻ പറയുന്നത് സാമുവൽ പാറ്റിയെ പറ്റിയാണ്. എന്താണ് അവിടെ സംഭവം? കാരണം ഇന്നായിരുന്നു അവിടെ വിധി ഉണ്ടായത്. അപ്പം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രത്യേകത, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ എലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപിൻ്റെ എഫിഷ്യൻസി ക്യാബിനറ്റ് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും മോശമായ സംഭവമാണ് ജർമ്മനിലുണ്ടായത്. കാരണം ഇത് അനുവദിക്കാൻ പാടില്ല. സിവിലൈസ്ഡ് സൊസൈറ്റിക്കകത്ത് മതത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ള മതത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന അനുവദിക്കില്ല. വലിയ സ്ട്രിക്റ്റാകാൻ പോവുക. ഹമാസിൻ്റെ ആരാധകരെ നിങ്ങളോടുകൂടി പറയുകയാണ് ട്രംപ്. കാരണം ഇങ്ങനെ ഓരോ ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ നിനക്ക് തന്നെ ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കൺട്രോൾ ചെയ്ത് പോയില്ല എങ്കിൽ ഈ ഹമാസിന് ഹിസ്ബുള്ളയ്ക്കും വന്ന് സ്ഥിതിയാണ് നിനക്കും വരാൻ പോകുന്നത്. ഇതാണ് ജർമ്മനിയിൽ അടുത്ത വരാനുള്ള ദിവസങ്ങളിൽ കണ്ടോണം. എത്ര പേര് അവിടെ അഭയാർത്ഥികളായി ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ഉള്ളവരെ പോലും എടുത്ത് കളയാൻ ഗവൺമെൻറ് തീരുമാനിക്കുക. കാരണം അവിടെ ഇലക്ഷൻ വരാൻ പോവുക. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ല. കാരണം അവിടെ അല്ലെങ്കിൽ വല്ലാത്ത റൈറ്റ് വിങ് കയറി വരും. ഈ പുല്ലന്മാരെ മലയാളി ഇന്ത്യ എല്ലാവരും ദൂരെ കളയും. ആ സ്ഥിതിയിലോട്ട് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് പറയുന്നത്, നിനക്കൊന്നും ബോധം വെച്ചിട്ടില്ല. അതിൻ്റെ തെളിവാണ് ഈ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും കൂടെ നടക്കുമ്പോൾ നീയൊക്കെ മനസ്സിലാക്കണം എന്താണ് അവിടെ സംഭവം. അതേപോലെ തന്നെ 2017 ഈ UAEയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഫ്രാൻസിൽ വെച്ചൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പത്രക്കാരനെടുത്ത് ചോദിച്ചു, ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ അഭയാർത്ഥികൾക്കും അറേബ്യയിൽ നിന്ന് വരുന്നവർക്കും ഇസ്ലാമിക രാജ്യവർക്ക് അഭയാർത്ഥികളായിട്ട് സ്റ്റാറ്റസ് കോ കൊടുക്കുന്ന, അസൈലം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാജ്യമായി നിങ്ങളത് ചെയ്യാത്തത്? നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അറബികളെയും ഇസ്ലാമിക വിശ്വാസികളെ അറിയാവുന്ന പോലെ യൂറോപ്പിനും അമേരിക്കയ്ക്കും അറിയത്തില്ല. യൂറോപ്പിന് അറിയത്തില്ല. അതുകൊണ്ട് അവരിത് അനുഭവിച്ചോളും, ഞങ്ങൾക്കറിയാം അവരെ. ഇതാണ് UAEയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അതായത് വിദേശകാര്യ വകുപ്പ് മന്ത്രി പരസ്യമായിട്ട് പാരീസിൽ വെച്ച് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ സംഭവം, ഈ സ്റ്റേറ്റ്മെൻറ്റ് പൊങ്ങി വരികയാണ്. ഇതാണ് പോപ്പ് വലിയ പ്രേമം കാണിച്ചു, ലെബനൻ തകർത്തു. പോപ്പിൻ്റെ വേറെ പ്രേമമായിരുന്നു യൂറോപ്പിൽ മുഴുവനും അഭയാർത്ഥികളെ കയറ്റി അവസാനം യൂറോപ്യൻ രാജ്യങ്ങളും പാഠം പിടിച്ചു. അതേപോലെ മനുഷ്യാവകാശ പ്രവർത്തകർ, അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കണം, അവർക്ക് അഭയം കൊടുക്കണം, അവനും പാഠം പിടിച്ചു. അതായത് മനസ്സിലാക്കുക, ഇത് കിട്ടിയവനൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതെങ്ങോട്ടാണ്. അവൻ അതിൻ്റെ പാഠം പഠിച്ചു കഴിയും, അവൻ തിരുത്തിക്കോളും. അതായത് ജർമ്മനിക്ക് ഇത് ആവശ്യമായിരുന്നു. ഇതോടുകൂടി ചിലപ്പോൾ ജർമ്മനി ഇതോടുകൂടി ഇനി ഫർദറായിട്ടൊരു അറ്റാക്ക് ഉണ്ടാകാത്ത രീതിയിൽ ആ ഗവൺമെൻറ്റും ആ ജനങ്ങളും, കാരണം അവർ നോക്കിയേ മതിയാവത്തുള്ളൂ. കാരണം ഇത്രമാത്രം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭയാർത്ഥികളെ കൊണ്ട്. ജർമ്മനിക്ക് കിട്ടേണ്ട അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരും പാഠം പഠിക്കും.